ശ്രീമദ് ഭഗവത്ഗീത ധ്യാനം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതേ ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ടകീ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ശ്രീഗുരും ദീനതാരിണം ശ്രീചൈതന്യമീശ്വരം. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. നമഃ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമദേ ഭക്തിവേദാന്ത സ്വാമിന്നിധി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ. ഭഗവത്ഗീത യഥാരൂപം. അധ്യായം 10. വിഭൂതിയോഗം. ശ്ലോകം 35, പേജ് നമ്പർ 566. ബൃഹത് സാമ തഥാ സാംനാം ഗായത്രീ ഛന്ദസാമഹം മാസാനാം മാർഗശീർഷോഹം ഋതൂനാം കുസുമാകരഃ. പദാനുപദം. തഥാ അപ്രകാരം, സാംനാം സാമവേദത്തിലെ സൂക്തങ്ങളിൽ വച്ച്, ബൃഹത് സാമവും ഛന്ദസാം ഛന്ദസ്സുകളിൽ വച്ച്, ഗായത്രിയും അഹം അസ്മി ഞാനാകുന്നു. മാസാനാം മാസങ്ങളിൽ വച്ച്, മാർഗശീർഷ മാസവും ഋതൂനാം ഋതുക്കളിൽ വച്ച്, കുസുമാകരഃ വസന്തവും അഹം അസ്മി ഞാനാകുന്നു. വിവർത്തനം. സാമവേദ സൂക്തങ്ങളിൽ ബൃഹത് സാമവും ഛന്ദസ്സുകളിൽ വച്ച് ഗായത്രി മന്ത്രവും മാസങ്ങളിൽ മാർഗശീർഷവും നവംബർ ഡിസംബർ ഋതുക്കളിൽ വസന്തവുമാണ് ഞാൻ. ഭാവാർത്ഥം. വേദങ്ങളിൽ താൻ സാമവേദമാണെന്ന് ഭഗവാൻ മുമ്പ് പറഞ്ഞുവല്ലോ. വിവിധ ദേവന്മാർ പാടിയ മനോഹര ഗീതങ്ങൾ നിറഞ്ഞതാണ് സാമവേദം. ഇവയിൽ പെട്ടതും ആകർഷകവും പാതിരാവിൽ പാടുന്നതുമായൊരു ഗീതമാണ് ബൃഹത് സാമം. സംസ്കൃത കവിതയ്ക്ക് അലംഘ്യങ്ങളായ ചില നിയമങ്ങളുണ്ട്. അതിൻ്റെ താളങ്ങളും വൃത്തങ്ങളും ആധുനിക കവിതകളെന്ന പോലെ സ്വേച്ഛാനുസൃതം ഉപയോഗിക്കാൻ പാടില്ല. നിയമബദ്ധങ്ങളായ അത്തരം കവിതകളിൽ ഗായത്രി മന്ത്രത്തിനാണ് പ്രാധാന്യം. വേണ്ടത്ര അർഹത നേടിയ ബ്രാഹ്മണർ ഒഴികെ ആരും അത് ഉരുവിടാറില്ല. ശ്രീമദ് ഭാഗവതത്തിൽ ഗായത്രി മന്ത്രത്തെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. ഈ മന്ത്രത്തിൻ്റെ ഉദ്ദേശ്യം ഈശ്വര സാക്ഷാത്കാരം മാത്രമാകയാൽ ഗായത്രി ഭഗവാനെ പ്രതിനിധീകരിക്കുന്നു. ആധ്യാത്മികമായി പുരോഗമിച്ചിട്ടുള്ളവരത്രേ ഗായത്രി മന്ത്രത്തിനർഹരായവർ. ഇത് ജപിച്ച് സിദ്ധി നേടിയവർക്ക് ഭഗവാന്റെ ദിവ്യസ്ഥാനം പ്രാപിക്കാം. പരിപൂർണതയാർന്ന മനുഷ്യന് അവശ്യം വേണ്ടുന്ന ഗുണങ്ങൾ അയാൾ ആദ്യമേ നേടിയിരിക്കണം. അവയിൽ
ഭൗതിക ലോകത്തിലെ നിയമങ്ങൾക്കനുസരിച്ചുള്ള സാത്വിക ഗുണങ്ങളും ഉൾപ്പെടും. ഇങ്ങനെ പരിപൂർണതയാർന്നവനെ ഗായത്രി മന്ത്രജപത്തിനധികാരമുള്ളൂ. വൈദിക സംസ്കൃതിയിൽ അതിപ്രധാനമായൊന്നാണ് ഗായത്രി മന്ത്രം. ശബ്ദാവതാരമാണ് അതെന്ന് പറയപ്പെടുന്നു. ഉപദേഷ്ടാവായ ബ്രഹ്മാവിൽ നിന്ന് ഗുരുശിഷ്യ പരമ്പരയിലൂടെ അത് പിൻതലമുറയ്ക്ക് പകർന്നു കിട്ടിയതാണ്. ഭാരതത്തിൽ നവംബർ-ഡിസംബർ കാലം ഉത്തമമെന്നു കരുതപ്പെടുന്നു. ധാന്യങ്ങൾ വിളഞ്ഞ് കൊയ്തെടുക്കുന്ന കാലമാണിത്. അതുകൊണ്ട് ജനങ്ങൾ അപ്പോൾ സ്വാഭാവികമായി സന്തുഷ്ടരായിരിക്കും. ശീതോഷ്ണങ്ങൾക്ക് സമതുലിതത്വമുള്ളതും ചെടികളും പൂക്കളും തഴച്ചു വളരുന്നതുമായ വസന്തകാലമാണ് ലോകത്തിലെ ഏവർക്കും പ്രിയപ്പെട്ടത്. കൃഷ്ണലീലകളെ ഓർമ്മിപ്പിക്കുന്ന ആഘോഷങ്ങൾ പലതും വസന്തത്തിൽ കൊണ്ടാടിപ്പോരുന്നു. അതിനാൽ ഇത് ഋതുക്കളിൽ വെച്ച് ആനന്ദകരവും കൃഷ്ണന്റെ പ്രാതിനിധ്യമുള്ളതുമത്രേ. ഹരേ കൃഷ്ണ.